ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഫിഷ് വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് വളരെ പുതുമയുള്ളതും ടേസ്റ്റിയുമായ ഒരു ഡിഷാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഡിഷാണ് തിരച്ചി തോരൻ. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന തിരച്ചി 350 ഗ്രാം, 20 ചെറിയ ഉള്ളി, ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അടുത്ത് വേണ്ടത് തേങ്ങയാണ്, 1/2 കപ്പ്. ഇനി അടുത്ത് വേണ്ടത് ഗരം മസാലയാണ്, അത് 1/4 സ്പൂണ്. അടുത്ത് വേണ്ടത് കുരുമുളകാണ്, അത് കുറച്ച് മതി, 1/2 സ്പൂണ്. അത് കഴിഞ്ഞ് മുളക് പൊടി, അതും 1/2 സ്പൂണ്. അടുത്ത് വേണ്ടത് മഞ്ഞൾപ്പൊടി, കറി ലീവ്സ് ആവശ്യത്തിന്. അടുത്ത് വേണ്ടത് വെളുത്തുള്ളി 3 അല്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തിരച്ചി ഇടാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇത് വേവിക്കാം. ഞാൻ ഏതാണ്ട് 1/4 കപ്പ് വെള്ളമാണ് ഇതിനെടുത്തിരിക്കുന്നത്. എനിക്ക് കിട്ടിയത് ചെറിയ തിരച്ചിയാണ്, അതിൻ്റെ ചതയ്ക്ക് കട്ടി കുറവ്, അതുകൊണ്ട് 1/4 കപ്പ് മതി. എന്നാൽ വലിയ തിരച്ചിയോ അല്ലെങ്കിൽ കട്ടി കൂടിയ ചതയുള്ള തിരച്ചിയാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും, കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. ഈ സമയത്ത് നമുക്കിതിൻ്റെ കൂട്ടൊന്ന് റെഡിയാക്കാം. തേങ്ങയോടൊപ്പം 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറി ലീവ്സ് ഇട്ട് നമുക്ക് സാധാ തോരനില്ലേ അതുപോലെ ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ തിരച്ചി ഏതാണ്ട് പകുതി വെന്ത് കഴിഞ്ഞു. നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വേവിക്കാം. ഈ തിരച്ചി മീൻ വെച്ച് അതുപോലെ വേറൊരു കറിയുണ്ട്, വറുത്തരച്ച് വയ്ക്കും. അത് ഞാൻ ഇനി ഒരിക്കൽ കാണിക്കാം. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇതിന് തിരച്ചി മീൻ എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ അതിന് തിരണ്ടി മീൻ എന്നും പറയുന്നു. ഈ ഡിഷ് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഏതാണ്ട് ആയെന്ന് തോന്നുന്നു. ആ ചെറിയ ഉള്ളിയും തിരച്ചിയും രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പ്രത്യേക മണമാണ് അതിന്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിൻ്റെ പുറത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നമുക്കതിലെ ബാക്കിയുള്ള വെള്ളവും കൂടെ ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 90% ആയി കഴിഞ്ഞു. ഇനി ആ കൂട്ടിൻ്റെ ആ പച്ചപ്പ് മാറാനും അതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമേ ഉള്ളൂ. ഏതാണ്ട് നമ്മുടെ തോരനായി കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പെല്ലാം ഉണ്ടോ, കുരുമുളക് എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഇതിലെനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ രണ്ടാമത് കുറച്ചും കൂടെ ഉപ്പിടുവാണേ. നമ്മുടെ തോരൻ നന്നായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് ഇതിനെ കടുവറക്കണം. അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 സ്പൂൺ എണ്ണ വേണം, കടുക് 1 സ്പൂണ് വേണം, അതുപോലെ വറ്റൽ മുളക് 3 എണ്ണം വേണം, അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉഴുന്നുപരിപ്പ് അത് 1 സ്പൂൺ വേണം, പിന്നെ കറി ലീവ്സ്. ഇത്രയാണ് നമുക്ക് കടുവറക്കാൻ വേണ്ടത്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിൽ ആവശ്യത്തിന് കടുക് ഇടണം.
കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് ഏതാണ്ട് 1 സ്പൂണ് ഉഴുന്ന് പരിപ്പിടാം. അത് ഒരു ഇളം ബ്രൗൺ ആകണം. അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇടാം. അത് 3 എണ്ണമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കറി ലീവ്സും ഇടാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തിരച്ചി ഈ പാനിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി അത് ഡ്രൈ ആക്കി എടുക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ അറിയണം, നിങ്ങൾക്ക് ഈ തിരച്ചി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം? വറുത്തരച്ചാണോ, റോസ്റ്റ് ആണോ, തോരനാണോ, എന്താണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ തിരച്ചി തോരനായി കഴിഞ്ഞു. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞു. ഇത് ചപ്പാത്തിക്കൊപ്പവും അതുപോലെ തന്നെ ചോറിനോടൊപ്പവും നമുക്കിത് കഴിക്കാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.